സാർ നമസ്കാരം. നമസ്കാരം. സാർ തഹാവൂർ റാണ, അതാണ് വിഷയം. അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഭീകരവാദിനെ എന്തിനാണ് നമ്മൾ അദ്ദേഹം എന്നുള്ളത് പറയേണ്ട ആവശ്യം? ലഷ്കർ ഇ തോയ്ബയുടെ സജീവ പ്രവർത്തകനായിരുന്നു. മുംബൈ അറ്റാക്കിന്റെ പ്രധാന സൂത്രധാരൻ കൂടിയാണ്. അപ്പോൾ ആഹ്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമ്മുടെ സംഘം അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്, ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മുടെ ഇവിടുത്തെ നവോത്ഥാന സംഘടനകളും ആരും തന്നെ ഒന്നും പറയുന്നില്ല. ഇത് ചിലർക്ക് മാത്രം വേണ്ടിയുള്ള ഒരു വാർത്തയായിട്ട് ഒതുങ്ങിപ്പോകുന്നു. ഇത്രയും വലിയൊരു ഏഹ്, ആ, ആ, ഭീകരാക്രമണം ആസൂത്രണം ചെയ്തയാളെ ഇന്ത്യക്ക് വിട്ടുകിട്ടുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് ചർച്ച ചെയ്യാൻ കോൺഗ്രസോ CPM-ഓ ഈ ഇന്ത്യ അലയൻസോ ഒന്നും തന്നെ തയ്യാറാവുന്നതേയില്ല. ഈ പറയുന്ന പോലെ US കോടതിയെ പലതവണയാണ് ഹർജിയുമായിട്ട് തഹവറോണ ഇങ്ങോട്ടേക്ക് വിട്ടു കൊടുക്കരുത് എന്ന് പറയാൻ സമീപിച്ചത്. ആ വിട്ടുകൊടുക്കരുത് എന്ന് പറയാൻ സമീപിച്ചതിന് പിന്നിലും ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ്. പിന്നീട് ഇങ്ങോട്ടേക്ക് വിട്ടുകിട്ടുന്നു. ഇനി കൊച്ചിയിലും തഹാവൂർ റാണ വന്നു എന്ന് പറയുന്നു. കൊച്ചിയിലേക്കും NIA സംഘം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് എങ്ങനെ പരിണമിക്കും? ഈ പറയുന്ന എല്ലാത്തിനും പറ്റിയിട്ട് വിമർശനം ഉയർത്തുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന ഈ പറയുന്ന സഖ്യങ്ങളൊന്നും, ഒരു അലയൻസും ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് എങ്ങനെ പരിണമിക്കും? ഇവർ അജ്മൽ കസബിനെ തൂക്കിലേറ്റുമ്പോഴൊക്കെ മനുഷ്യാവകാശം പ്രസംഗിച്ച ആളുകളാണ് ഇവർ. ആ ആളുകൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണും? എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? ഈ തഹാവൂർ റാണയുടെ കേസ് കേവലം ഒരു ഭീകരാക്രമണത്തിന്റെ പ്രതി എന്നുള്ള നിലയിൽ, അന്താരാഷ്ട്ര കുറ്റവാളി എന്നുള്ള നിലയിൽ, അമേരിക്കൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് വിട്ടുതരുന്ന ഒരു പ്രതി എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ പോരാ. അതിന് പ്രതികരണങ്ങളിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യക്കെതിരായിട്ട് ആയുധമെടുക്കുകയും വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ബോംബ് സ്ഫോടനങ്ങൾ നടത്തുകയും പാർലമെന്റ് വരെ ആക്രമിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഇന്ത്യ മുന്നണി കുടപിടിക്കുന്നു, മറപിടിക്കുന്നു, പ്രതിരോധം തീർക്കുന്നു, സംരക്ഷണ കവചമൊരുക്കുന്നു എന്നുള്ളത് പച്ചയ്ക്ക് പറഞ്ഞേ പറ്റൂ. ഇന്ത്യയുടെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷം ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷവും ശത്രുപക്ഷവും ആകേണ്ട കാര്യമില്ല. ഇന്ത്യയെ എന്റെ രാജ്യമെന്ന് പറയാൻ ഇവർക്കെന്താ മടി? അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകളെ വെച്ചുകൊണ്ട് തന്നെ അത് തെളിയിക്കാം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആവശ്യപ്പെട്ടത് 16 രാജ്യങ്ങളാക്കി ഇതിനെ മുറിക്കണം, ഭാഷാ അടിസ്ഥാനത്തിൽ മുറിക്കണം, എന്നിട്ട് വേണം സ്വാതന്ത്ര്യം കൊടുക്കാൻ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റ രാജ്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് ശക്തിയുക്തം ഈ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയും ആയി മുറിച്ചു. എന്നിട്ട് കാശ്മീരിനെ വീണ്ടും മുറിച്ചു. അപ്പൊ 3 രാജ്യങ്ങളാക്കി. അന്ന് ഞാൻ ഈ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് തെളിവ് സഹിതമാണ്. അതായത് പാകിസ്ഥാന് സ്വന്തമായ പതാക, ഇന്ത്യക്ക് വേറൊരു പതാക, കാശ്മീരിന് മറ്റൊരു പതാക. പാകിസ്ഥാന് സ്വന്തമായിട്ട് ഭരണഘടന, ഇന്ത്യക്ക് വേറൊരു ഭരണഘടന, കാശ്മീരിന് വേറെ ഭരണഘടന. പാകിസ്ഥാന് സ്വന്തം പാർലമെന്റ്, ഇന്ത്യക്ക് സ്വന്തം പാർലമെന്റ്, അതുപോലെ കാശ്മീരിന് വേറെ പാർലമെന്റ്. ജവഹർലാൽ നെഹ്റു ഇതാണ് ചെയ്തത്. അപ്പോൾ 16 മുറിക്കണം എന്ന് ആവശ്യപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരും 3 മുറിച്ചു കഴിഞ്ഞ നെഹ്റുവും ഒരു കാര്യത്തിൽ ഒന്നിച്ച് യോജിക്കുന്നു. ഈ തെളിവുകൾ ഇതിനപ്പുറം ഒരു തെളിവിന്റെ ആവശ്യമില്ല. ആ ശക്തികളാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ഭീകരന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അത് തഹാവൂർ റാണയാണെങ്കിലും, അജ്മൽ കസബ് ആണെങ്കിലും, മാവോയിസ്റ്റുകളാണെങ്കിലും, റോഹിംഗ്യനാണെങ്കിലും, ഇനി കള്ളക്കടത്തുകാരോ മയക്കുമരുന്നുകാരോ ആയുധം കടത്തുന്നവരോ ആണെങ്കിലും, ആര് തന്നെയാണെങ്കിലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവരോടൊപ്പമാണ്. അതായത് ഭാരത വിരുദ്ധമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ അവരോടൊപ്പം പുതിയ ഒരു സംവിധാനം കൂടി ചേർന്നിരിക്കുന്നു, ഇസ്ലാമിക ശക്തികൾ. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവരിപ്പോൾ പറയുന്ന പുതിയൊരാശയം, നമുക്ക് ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ നോക്കിയാലും പറ്റില്ല, കോൺഗ്രസ്സുകാർ നോക്കിയാലും പറ്റില്ല, മുസ്ലിങ്ങൾ നോക്കിയാലും പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയെ സൗത്ത് നോർത്ത് എന്ന് 2ആയിട്ട് തിരിക്കാം. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സംവിധാനവും ആശയവുമായിട്ട് അവർ ഇറങ്ങുന്നതിന്റെ കാരണം, കേരളത്തിലെ CPM-ന്റെ ഭരണം, തമിഴ്നാട്ടിലെ DMK-യുടെ ഭരണം, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാദേശിക ഭാഷാ വികാരം ഉണർത്തിയെടുത്താൽ കർണാടകവും
ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെ ഒരു കട്ടിംഗ് സൗത്ത്, ഒരു ദക്ഷിണേന്ത്യൻ രാജ്യമുണ്ടാക്കാം. അവിടെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല. ഈ ദക്ഷിണേന്ത്യൻ രാജ്യത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം തീവ്രവാദികൾക്കും പിടിമുറുക്കാം. ഇതാണ് ഇതിന്റെ പിന്നിലുള്ള സൂത്രവാക്യം. എന്നാൽ ഈ ഒരു അന്തരീക്ഷത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീർ, പാക് അധിനിവേശ കാശ്മീർ, ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലെ വിഭജനത്തിന് അവരും തയ്യാറാണ്. അപ്പോൾ വടക്കേ ഇന്ത്യയെ വീണ്ടും 2 or 3 ആയിട്ട് മുറിക്കുക, തെക്കേ ഇന്ത്യയെ ഒരു തെക്കേ ഇന്ത്യൻ രാജ്യമാക്കി മാറ്റുക എന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇസ്ലാമിക തീവ്രവാദികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ തഹാവൂർ റാണ പോലെയുള്ള കാര്യങ്ങളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കും. അവർ തഹാവൂർ റാണമാരെ വളർത്തും, പിന്തുണ കൊടുക്കും, പ്രോത്സാഹിപ്പിക്കും, അവർക്ക് വേണ്ടി പോരാടും. വേണ്ടി വന്നാൽ ഇവരൊക്കെ പണം മുടക്കി വക്കീലന്മാരെ വെക്കും, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തും, രാജ്യമെമ്പാടും സമരങ്ങൾ സംഘടിപ്പിക്കും, പ്രതിഷേധ സമരങ്ങൾ ഉയർത്തും. ഇവരുടെ എച്ചിൽ പട്ടികളായിട്ട് നിൽക്കുന്ന കുറെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുണ്ട്, മറ്റു കുറെ മീഡിയ ഉണ്ട്. ഇവരെല്ലാം അണിനിരത്തും. ഇവർക്ക് വിദേശ ശക്തികളുടെ പിന്തുണയും കിട്ടും. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ആഗോള സാമ്പത്തിക ശക്തിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന ചൈനയുടെ സഹായം കിട്ടും, അമേരിക്കയുടെ സഹായം കിട്ടും, മറ്റു പല രാജ്യങ്ങളുടെയും സഹായം കിട്ടും. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ. അപ്പൊ ഇനിയിപ്പോ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ ഒരു ശിക്ഷ ഉണ്ടാകും? തീർച്ചയായിട്ടും ഉണ്ടാകും. തഹാവൂർ റാണ ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിലെ കോടതികളുടെ നിയമം അനുസരിച്ച് വിചാരണ നടത്തുകയും ചെയ്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടാനാണ് സാധ്യത. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ തഹാവൂർ റാണമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാവും, കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. അവരെ അനുകൂലിക്കുന്നതായ മാധ്യമങ്ങൾ ഉണ്ടാകും, ബുദ്ധിജീവി സാംസ്കാരിക നായകന്മാരുണ്ടാവും. എന്നാൽ ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്നത് ഇവരാരുമായിരിക്കും? പോലെ കാനഡയെ പോലെ ഓസ്ട്രേലിയയെ പോലെ വിദേശ രാജ്യങ്ങൾ, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഐക്യനിര. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡീപ് സ്റ്റേറ്റ്, ഇത്തരം സംവിധാനങ്ങൾ ഒന്നടങ്കം ഭാരതത്തിനെതിരായിട്ട് നീങ്ങുന്ന കാഴ്ച കാണാൻ പറ്റും. അതിന്റെ കാരണം ഭാരതം ഒരു ആഗോള സാമ്പത്തിക ശക്തിയാണ്, ആയുധ ശക്തിയാണ്, രാഷ്ട്രീയ ശക്തിയാണ്. അതുകൊണ്ട് പുതിയ ഒരു ആഗോള ശക്തിയുടെ ഉദയം ഇവരാരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവരെല്ലാം ഭാരതത്തെ വെട്ടിക്കീറാൻ തയ്യാറായിരുന്ന ഒരു രാഷ്ട്രീയ സമീപനം എടുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി സർ.